ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എന്താ വിശേഷം? 2 ദിവസം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം മിനിങ്ങാന്ന് ഞാൻ വാഗമൺ പോയി. എൻ്റെ സൗണ്ട് കണ്ടോ? കാറ്റടിച്ചും വെയിൽ കൊണ്ടും അതവിടെ ചെന്നപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതുകൊണ്ടാണ് തൊണ്ട എങ്ങനെയായത്. അത് ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് നാളായില്ലേ നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എനിക്കങ്ങനെ തോന്നുക നിങ്ങളെ കണ്ടിട്ട്. അങ്ങനെ കുറേ ദിവസങ്ങളായിന്ന്. അപ്പോൾ ഇന്ന് ഞാൻ മീനില്ലാതെ എങ്ങനെ നമുക്കൊരു മീനിൻ്റെ ടേസ്റ്റിലൊരു കറി വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമല്ല, ഏത്തക്കായയാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ, 2 കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് മീൻ വയ്ക്കണേ അതേ ടേസ്റ്റിലൊരു കറി എങ്ങനെ വയ്ക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, ചൂടായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടാവട്ടെ ശരിക്കും ചട്ടി. പിന്നെ എന്താ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എനിക്ക് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. കടുകിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി, കടുകിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത്രയാണ് കേട്ടോ ചേർക്കണേ. ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ മിക്സായിട്ട് കുഴച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കാത്തതെന്ന് വെച്ചാൽ ഇത് മീൻകറി പോലത്തെ കറിയല്ലേ. ഞങ്ങളിങ്ങനെ മീൻകറി വെക്കുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ഞാൻ വെക്കാറില്ല അങ്ങനെ. മല്ലിപ്പൊടി ചേർത്ത് മീനിൽ വെക്കാറില്ല. ചിലരൊക്കെ ചേർക്കും. അപ്പോൾ കടുക് പൊട്ടി വരട്ടെ. പിന്നെ ഇതിനകത്ത് വേണ്ടത് 2 അല്ലി കുടപ്പുളി, 2 ചുള. കടുക് പൊട്ടി വരണ്ട. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളിയും കൂടെ ഇട്ട്, ഒരു 3-4 അല്ലി ചുമന്നുള്ളി, പച്ചമുളകും ഇട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം. ഉള്ളിയൊക്കെ വഴഞ്ഞ് വന്നിട്ട് നമുക്ക് മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് മതി. മുളക് കായയ്ക്ക് ഞാൻ എപ്പോഴും പറയുമല്ലോ, കായയ്ക്ക് പെട്ടെന്ന് മുളക് കൂടും. അപ്പോൾ ഒരുപാട് മുളകിട്ടാൽ മുളകിൻ്റെ കുത്ത് വരും. അപ്പോൾ അതുകൊണ്ട് മുളക് കുറച്ച് ചേർത്താൽ മതി. ഇങ്ങനെ ഈ കറി മീനൊക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയണത് കൊണ്ട് മാത്രമല്ല, നിങ്ങളിങ്ങനെയൊക്കെയൊന്ന് ഇടയ്ക്കൊന്ന് വെച്ച് നോക്കി. കണ്ടോ, ഒന്ന് വരട്ടിയെടുത്തിട്ട് നമുക്കിതിലേക്ക് പുളി ശരിക്കും പുളി വെള്ളം ഒഴിച്ച് വെക്കണം. പുളി 2 കുടപ്പുളി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്. അവരെന്നെ ജാൻസി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അത് ഞാൻ ആത്മാർത്ഥതയോടെ പറയുന്ന കാര്യം കേട്ടോ. എല്ലാവരും എന്നെ ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കും. കുറേ പേരുണ്ട്. അപ്പോൾ ആ വിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ എൻ്റെ കസിൻസൊക്കെ പറയും, ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ചേച്ചീനെ കുറേ നേരം കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കട്ടെ കേട്ടോ. വെള്ളം തിളച്ചു കേട്ടോ. അപ്പം നമുക്കിതിലേക്കിനി നമ്മുടെ മെയിൻ സാധനം ഏത്തക്കായ ഇട്ട് കൊടുക്കാം. ഏത്തക്കായയാണ് കേട്ടോ അത്. ചെറുകായ ഇട്ടും വയ്ക്കാം. പക്ഷേ ഏത്തക്കായൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ്. കായ ഇട്ട് കൊടുക്കാം.
വയ്ക്കാത്തവർ ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ ഇതൊരു മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എൻ്റെ മീനല്ലാത്ത മീൻ കറി പോലൊരു കറി നമുക്കത് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. കായ്ക്ക് കുറുകലുണ്ടല്ലോ, പിന്നെ ഉലുവയും കൂടെ ചെന്ന് കഴിയുമ്പോൾ കുറുകി വരും. പക്ഷേ ഉലുവ ഇടുന്നത് ഒരു ടേസ്റ്റിന്. ഉലുവ ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ ഇട്ടില്ല. നമുക്കിത് കറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. സൂപ്പർ. അപ്പോൾ എൻ്റെ കറി ഉണ്ടല്ലോ. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വരട്ടി മുളകും ഇതൊക്കെ വരട്ടിയെടുത്തത്. അപ്പോൾ എൻ്റെ മീനില്ലാത്ത മീൻ കറിയെ എല്ലാവരും ഇഷ്ടപ്പെട്ട് പ്രോത്സാഹിപ്പിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.